കൊല്ലത്ത് മീൻപിടുത്ത ബോട്ട് കപ്പലിലിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു. ബോട്ടിലുണ്ടായിരുന്ന 2 പേരെ കാണാതായി. കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ നിന്ന് പോയ ബോട്ടാണ് വിയറ്റ്നാം കപ്പലുമായി കൂട്ടിയിടിച്ചത്. കന്യാകുമാരി ഭാഗത്ത് ഉൾക്കടലിലാണ് അപകടമുണ്ടായത്. സൂര്യഗായത്രി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന്. സൂര്യ, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? ഈ വിവരം കരയിൽ ലഭിച്ചത് എപ്പോഴാണ്? ഈ 9 പേർ കപ്പലിലുള്ളവർ സുരക്ഷിതരാണോ? അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? തിരച്ചിൽ ഈ രാത്രിയിലുണ്ടോ, നടക്കുന്നുണ്ടോ? കുറച്ചുനേരം മുമ്പാണ് ഈ വിവരം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറപ്പെട്ട ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നലെ പോയ കുളച്ചിൽ സ്വദേശി സെന്റ് ജോസഫ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബോട്ടിൽ 11 മത്സ്യബന്ധന തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഈ കന്യാകുമാരി ഭാഗത്ത് വെച്ച് ഉൾക്കടലിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വിയറ്റ്നാം കപ്പലുമായിട്ട് ബോട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ മത്സ്യത്തൊഴിലാളികളിൽ 9 പേരെ കപ്പലിലുള്ളവർ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ 2 പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും ഉൾക്കടലിൽ നടക്കുന്നു എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റുകൾ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവർ 2 പേരും ഇതര സംസ്ഥാനക്കാരാണ് എന്നുള്ള വിവരം ലഭിക്കുന്നു. ബംഗാൾ സ്വദേശികളാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഇരുവർക്കുമായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും കടലിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് രക്ഷപ്പെടുത്തിയ 9 പേർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, ഏതായാലും കൊല്ലത്ത് നിന്ന് മീൻപിടുത്തത്തിന് പോയ കുളച്ചിൽ നിന്ന് പോയ ബോട്ടാണ്. ശക്തികുളങ്ങര ഹാർബറിൽ നിന്നുള്ള ബോട്ട് അത് വിയറ്റ്നാം കപ്പലുമായിട്ടാണ് കൂട്ടിയിടിച്ചത്. 11 മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. 9 പേരെ രക്ഷപ്പെടുത്തി കപ്പലിലേക്ക് രക്ഷപ്പെടുത്തി കയറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. കന്യാകുമാരി ഭാഗത്ത് വെച്ച് ഉൾക്കടലിലാണ് ഈ ബോട്ട് അപകടത്തിൽപ്പെട്ടത്. കപ്പലുമായി കൂട്ടിയിടിച്ചതെന്നാണ് സൂര്യഗായത്രി നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.